പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് കേട്ടറ്റിൻ്റെ കാറ്റഗറി 1 സയൻസിൻ്റെ ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. പ്രകാശ സംശ്ലേഷണം. അപ്പോൾ നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ആണ് കേട്ടത്. വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നു. വെള്ളത്തിൽ ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇലകളിലെ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. ഹരിതകം സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഗ്ലൂക്കോസ് പിന്നീട് അന്നജം ആക്കിയിട്ട് മാറ്റുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പോയിൻറ്റ്സ് ആണ് കേട്ടോ ഞാനിങ്ങനെ എഴുതിയിട്ടുള്ളത്. നമ്പേഴ്സ് ഇട്ട് വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നു. വെള്ളത്തിൽ ലവണങ്ങൾ, പലതരം ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇലകളിലെ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. ഹരിതകം സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. ഗ്ലൂക്കോസ്, ഇതിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായിട്ട് മാറുന്നു. ഇനി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ട അതിൻ്റെ ഒരു ഇതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ജലവും കൂടി ചേർന്നിട്ട് പിന്നെന്താ സൂര്യപ്രകാശവും ഹരിതവും ഉൽപ്പന്നമായിട്ട് എന്താ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. പിന്നീട് അത് ഓക്സിജനായിട്ട് മാറുന്നു. ഹരിതകം സസ്യങ്ങളിൽ പച്ച നിറത്തിൽ കാണുന്നതാണ് ഹരിതകം എന്ന വർണ്ണകമാണ്. സസ്യങ്ങളിൽ പച്ച നിറത്തിൽ കാണുന്ന വർണ്ണകമാണ് ഹരിതകം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. പിന്നെന്താ സാന്തോഫിലിൻ്റെ കളറാണ് മഞ്ഞ നിറം. കരോട്ടിനാകുമ്പോൾ ഓറഞ്ചും മഞ്ഞയും കലർന്നതാണ് കരോട്ടിൻ. ഇനി ആന്തോസയാനിൻ എന്ന് പറഞ്ഞാൽ ചുവപ്പ് കളറായിരിക്കും. ഇതൊക്കെ വർണ്ണകങ്ങളാണ് കേട്ടോ. അപ്പോൾ ഹരിതകം എന്ന് പറഞ്ഞാൽ വർണ്ണകം, സസ്യങ്ങളുടെ പച്ച നിറത്തിൽ കാണുന്ന വർണ്ണകത്തിന് പറയുന്നതാണ് ഹരിതകം. സങ്കരയിനും പച്ചമുളകിൻ്റെ പേരാണ് ഉജ്ജ്വല. തെങ്ങിൻ്റെ സങ്കരന് ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കരൻ. മണ്ണുത്തിൽ വികസിപ്പിച്ചെടുത്ത മികച്ച ഇനം പാവലാണ് പ്രിയങ്ക. ആസ്യരന്ധ്രമാണ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലെ ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കും, ഓക്സിജൻ പുറത്തുവിടും. ഇനി ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കേട്ടറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആയ പോയിൻറ്റ്സ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്.